ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്നത്തെയും പോലെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. എനിക്കും എൻ്റെ പേഴ്സണും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മതി, പ്രവൃത്തി മതി. നമ്മൾ എന്നു മുതൽ നല്ല ചിന്തയോടും നല്ല പ്രവൃത്തിയോടും കൂടി മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, നിങ്ങൾ ഹീലാവണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ചെയ്താലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ. കേട്ടോ, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒത്തിരി നിരാശപ്പെട്ടിരിക്കുന്നു, വിഷമിക്കുന്നു, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, ബ്രോക്കൺ ഹാർട്ടാണ് നിങ്ങൾക്കുള്ളതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അങ്ങനെ ഒരു ബ്രോക്കൺ ഹാർട്ട് വരണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ വലതു കൈയിൽ ഒരു കപ്പ് ഇരിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹവും കരുതലുമാണ്. എന്നാൽ നിങ്ങൾക്ക് ചുറ്റും 4 കപ്സ് ഇരിക്കുന്നുണ്ട്. ആ കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി, കൊളീഗ്സ്, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്. നിങ്ങളുടെ പ്രണയവുമായി മുന്നോട്ട് പോയ സമയത്തും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും ആയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണാണ്. നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെയൊന്നും നിങ്ങൾ പരിഗണിച്ചിരുന്നില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യുവാനും നിങ്ങളുമായി ബന്ധപ്പെട്ടവരെ സ്നേഹിക്കുവാനും അവരെ പരിഗണിക്കുവാനും യൂണിവേഴ്സ് എടുത്ത് പറയുന്നു ഈ കാർഡ്സിലൂടെ. നിങ്ങൾ എന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നു അപ്പോൾ മുതലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഹീലായി തുടങ്ങുകയുള്ളൂ, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ദ മജീഷ്യൻ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് പറയുന്നത്. കൈകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നാച്ചുറൽ ടാലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒത്തിരി റിസോഴ്സ് ഫുൾനെസ് എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അറിവുള്ളൊരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നു. ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് എഫേർട്ട് എടുക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡിൻ്റെ മീനിങ്. അവർ ഒത്തിരി പരിശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം എങ്കിൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിയാലാണ് അവർ പൂർണ്ണനാവുകയുള്ളൂ എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ പരിശ്രമിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. ഒരു ചേഞ്ച് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ ഒരുങ്ങുമ്പോൾ അവരെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട്. അവരുടെ വിഷമം മനസ്സിലാക്കിയിട്ട്, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ 5 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. സ്വപ്നം കാണുന്നു, അവർ സ്വപ്നം കാണുന്നത് നടക്കുന്നു എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. നിങ്ങളും അവരും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം സ്വപ്നം കാണുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു റീയൂണിയൻ, ആ റീയൂണിയൻ പോസിബിൾ ആവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത്. ഉത്സാഹത്തോടെ പെരുമാറുന്ന, ഉത്സാഹത്തോടെ പോരാടുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. അത് തിടുക്കം കാണിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണുവാനും നിങ്ങളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുവാനുമാണ്. യൂണിവേഴ്സ് അതിനുള്ള എല്ലാ അനുഗ്രഹവും നൽകുന്നത് തന്നെയാണ് ഇവിടെ പേജ് ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും എന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ സൺ കാർഡാണ്. സൺ എന്ന് പറഞ്ഞാൽ ഒന്നും വേറെ പറയാനില്ല. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും റീയൂണിയൻ തന്നെയാണ്, കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. സക്സസിനെയാണ് കാണിക്കുന്നത്, ജോയ് ആണ് കാണിക്കുന്നത്, ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. ഒരു പുരോഗതി കാണിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ദ സൺ കാർഡ് മീൻ ചെയ്യുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യെസ് എന്നാണ് മീൻ ചെയ്യേണ്ടത്. അത് നടക്കുമോ നടക്കില്ലേ എന്ന് സംശയം വേണ്ട. ഇവിടെ യൂണിവേഴ്സ് സൺ കാർഡിലൂടെ പറയുന്നത് യെസ് എന്നാണ്, നടക്കും. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഈ ബന്ധം നല്ലപോലെ കൊണ്ടുപോകാനായിട്ട് അവർ
നല്ലപോലെ ചിന്തിക്കുന്നു, എങ്ങനെ കൊണ്ടുപോകണം, ഇതുവരെയുള്ള ആ സിറ്റുവേഷനിൽ നിന്ന് പുതിയൊരു മാറ്റം വേണം, നല്ല ഐഡിയ വേണം, എങ്ങനെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ബ്രില്യൻറ്റ് ഫ്യൂച്ചറിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ ഇവിടെ മീൻ ചെയ്യുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിരിക്കണം നിങ്ങളുടെ പേഴ്സണും അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയം സാഫല്യമാകാൻ വേണ്ടി തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സക്സസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏസ് ഓഫ് വാൺസ് കാർഡിലൂടെ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. പഴയത് ഉപേക്ഷിച്ച് പുതിയതിലേക്കുള്ള തുടക്കം എന്നാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട്സ് ആയ സിറ്റുവേഷൻ ഇല്ലേ, ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ടാവണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ട്. പഴയ ഒരു ക്യാരക്ടർ നിങ്ങളുടെ മാറിയിട്ടുണ്ട്. നിങ്ങളൊന്നുമല്ലായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളൊന്നുമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മാറിയിരിക്കുന്നു. നിങ്ങൾ ബോൾഡായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ പുതിയൊരു ജീവിതം തന്നെയാണ് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വിഷമം എൻഡാകുന്നു, നിങ്ങളിലേക്ക് സന്തോഷം വരുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നു. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ഒറക്കൽ കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒറക്കൽ കാർഡ്സിലൂടെ നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് ലുക്കിംഗ് ബാക്ക് എന്നാണ്. നൊസ്റ്റാൾജിക് ആണ് കാണിക്കുന്നത്, റിഫ്ലക്ഷനെയാണ് കാണിക്കുന്നത്. മിസ്സിങ് ദി മൊമെൻറ്റ്സ് യു ഷെയർ ടുഗദർ. നിങ്ങളും അവരും ഒരുമിച്ചുള്ള ആ ഒരു സമയത്തെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഡിവൈൻ മാച്ചിനെയാണ് കാണിക്കുന്നത്. ഒരു സോൾമേറ്റ് കണക്ഷനെയാണ് കാണിക്കുന്നത്. ട്വിൻ ഫ്ലെയിം കണക്ഷനെയാണ് കാണിക്കുന്നത്. ഫോളോയിങ് യുവർ ഡെസ്റ്റിനി ആൻഡ് എ ലവ് ദാറ്റ്സ് മീൻ ടു ബി എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിധിയെ പിന്തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. വിധി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. എത്ര ഡിസ്റ്റൻസിലായാലും എത്ര അകലെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് തന്നെ നമുക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നു. ഇതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ അറിയേണ്ടത്? അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നമുക്കിനി ടൈം കാർഡ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് പറയുന്നത് ഇൻ 24 ഡേയ്സ് എന്നാണ്. 24 ഡേയ്സിനുള്ള നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും റീയൂണിയനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ഓൺ എനി ഫ്രൈഡേ എന്ന് പറയുന്നു. ഇനി വരുന്ന ഫ്രൈഡേ നമുക്ക് നോക്കാം. ഒരു വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും റീയൂണിയനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്ത എനർജിയാണ്. ഈ കാർഡ്സ് എല്ലാം നിങ്ങളിലേക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. ഈ ടൈം കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാം. അത് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, കേട്ടോ. അത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അട്രാക്റ്റ് ചെയ്തെടുക്കണം, കേട്ടോ. ഇവിടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ഒത്തിരി പേര് അവരുടെ പേഴ്സൺ അവരെ കോണ്ടാക്റ്റ് ചെയ്തു എന്നെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഒത്തിരി നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരുന്നു അവർ. അപ്പോൾ നമ്മൾ റീഡിംഗ് എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1-2 പേരൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കമൻറ്റ് ശ്രദ്ധിച്ചു. അവരും അവരുടെ പേഴ്സണും തമ്മിൽ കുറേ നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരുന്നു. അവർ കോൾ ചെയ്തെന്നോ മീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷമുണ്ട് അത് കേട്ടതിൽ. കുറേ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനും റീയൂണിയനൊക്കെ പോസിബിൾ ആയിട്ടുണ്ടാവാം കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ കുറേ പേരൊക്കെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താത്തതും ഉണ്ടാകാം. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരും, കേട്ടോ. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ സമയം നിങ്ങൾ പ്രാർത്ഥിക്കൂ. 3 മുതൽ 3:15 AM രാവിലെ പുലർച്ചയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സും ഇഷ്ടങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കൂ. 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് വരും. അത് ഉറപ്പ് തന്നെയാണ്. അതിനുള്ള ഉത്തരമാണ് ഇന്നലെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. അവരും അവരുടെ പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, അധികം വൈകാതെ റീയൂണിയൻ ഉണ്ടാകും മാം എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ മെസ്സേജ് ചെയ്തത്.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വളരെ ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കൂ, അല്ലാത്തത് നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ കേട്ടോ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങളുടെ സ്വന്തം നിംസ്.